വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ലൊക്കേഷന്റെ പേരെന്താ? മടിക്കേരിയ. കുറുക്ക് മടിക്കേരി, തൃശ്ശൂർ ടു കുറുക്ക് മടിക്കേരി റോഡ് ട്രിപ്പ്. ആളെ കിട്ടി, ഇപ്പോൾ വന്നോണ്ടിരിക്കുക. റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു. തൃശ്ശൂർ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ്. പിന്നെ എഡിറ്റിംഗ് എഡിറ്റിംഗ് ഉണ്ട്. നമ്മള് നമ്മൾ പട്ടാമ്പി ബ്രിഡ്ജ്. തൃശ്ശൂരിൽ നിന്ന് പട്ടാമ്പിക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? തൃശ്ശൂർ ടു പട്ടാമ്പി ഏകദേശം ഒരു 26 കിലോമീറ്റർ. ഇപ്പം നമ്മൾ ഭാരതപ്പുഴയുടെ തീരം, ഭാരതപ്പുഴയാണ് പട്ടാമ്പിയുടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പട്ടാമ്പി ടൗൺ ആണത്. പാലം ഇവിടെ കഴിഞ്ഞ 2023 വെള്ളത്തില് ഈ കൈവരി മുഴുവൻ പോയി. ഇതെല്ലാം പുതിയത് വെച്ചേക്കുണ്ടപ്പോ ഒരു എലിഫന്റ് പോണു. പാലക്കാട് ശ്രീമുരുകൻ, ഇവിടെ ഭാരതപ്പുഴ. നമ്മൾ പട്ടാമ്പി പാലത്തിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. പട്ടാമ്പി ഡൗൺ ടൗൺ പാസ്സായി ഇവിടുന്ന് ലെഫ്റ്റ് അല്ലേ? റൈറ്റ്. പാലക്കാട് റോഡിലേക്ക് കയറല്ലേ? പാലക്കാട് ടു പെരിന്തൽമണ്ണ. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഒറ്റപ്പാലം? 15-16 കിലോമീറ്റർ. നമ്മള് പോണ വഴിയില്ലല്ലോ വരിക്കശ്ശേരി പനിയൊക്കെ. ഇല്ല, അത് അങ്ങോട്ട് പോണ വഴിയില്ല. നമ്മൾ ഇനി ഇങ്ങോട്ടാണ് പോണം. നേരെ പോകുന്നത് പാലക്കാട്, ലെഫ്റ്റ് പോകുന്നത് പെരിന്തൽമണ്ണ റൂട്ട്. ഇവിടെ ഇത് മാനുക്കാസിന്റെ അനിയന്റെ മാനുക്കാസ് റെയിൽവേ ഫ്ലൈ ഓവർ.
നമ്മൾ അടിവാരത്താണ്. അടിവാരം ഇവിടെ നിന്ന് ഈ വയനാട് ചുരം സുൽത്താൻ ബത്തേരി കയറാനുള്ള പരിപാടിയാണ്. നമ്മൾ അടിവാരത്തെത്തി. അടിവാരം സമയം 11:50. ചുരം കയറാനുള്ള പരിപാടിയാണ്. സ്പെഷ്യൽ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഒരു ഡ്രൈവർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ലക്ഷ്മി ഹിരൺദാസ്. അതെ, ആൽബിന്റെ ചേട്ടൻ വരും. ആൽബിന്റെ ചേട്ടൻ വരും. അപ്പൊ ചാവി കൊടുത്തു. അപ്പൊ പോയി എടുത്തോളൂ. അവനോട് ഞാൻ ഇപ്പൊ വരാൻ പറഞ്ഞ അവനൊരു 15-20 മിനിറ്റിനുള്ളിൽ വരും. ചാവി കാറിൽ വയ്ക്കോ? ചുരം എത്ര കിലോമീറ്റർ ഉണ്ട് കിരമ്പായി? ചുരം ഓൾമോസ്റ്റ് ഒരു 15-16 കിലോമീറ്റർ. 16 കിലോമീറ്റർ അല്ലേ? എയർപിന്ന് ഉണ്ടല്ലേ? എയർപിന്നുണ്ട്. ഇവിടെ ഒരു മരത്തില് ഒരുപാട് തേനീച്ചകളുടെ കൂടുകയാണ്. അടുക്ക് നോക്കിയേ, നോക്ക് എത്ര കൂടുന്നു നോക്കിയേ. ഇത് കണ്ട തേനീച്ചകളുടെ കൂട്. കണ്ട എത്ര കിലോ തേൻ കിട്ടും അതിന്? നമ്മുടെ കിരൺ ഭായ് ആണ് വണ്ടി ഓടിക്കുന്നത്. ചുരം കയറണമെങ്കിൽ ഒരു ഡ്രൈവിംഗ് തന്നെ വേണമല്ലേ? ഫസ്റ്റ് എയർപിൻ കാറൊക്കെ സൈഡിൽ കൂടെ വരണുണ്ടോ? അത് കണ്ടിട്ടില്ല. ചെക്ക് പോസ്റ്റിലെ സൈഡിൽ ഇറക്കി നടത്തണം. ഞാനിപ്പോ എന്താ റബ്ബർ കാരണം വൈത്തിരി പാർക്ക്.
വിളിക്കുന്ന നമ്പറിൽ ഒരു 15 ബോക്സ് മേടിക്കാം. ഞാൻ പൈസ ഗൂഗിൾ പേ ചെയ്ത് തരാം. 15 മേടിച്ചോ കേട്ടോ. ഓക്കെ. പിന്നാട്ടോ അവിടെ വരെ എത്തണം. പുതിയത് എയർപിൻ നമ്പർ 3. കയറി പോവാം. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഇതാക്കണം. അതൊക്കെ റിസോർട്ടുകളാണ്. ഈ വഴി ഇവിടെ നിർത്താൻ പറ്റുമോ? നിർത്താൻ പറ്റുമോ? ഒരു മിനിറ്റ് തന്നെ. മൈസൂർക്ക് പോണ ഐരാവതം. റിവേഴ്സ് അടിക്കുക. ഐരാവത്ത് കർണാടക ട്രാൻസ്പോർട്ട്. വഴി തെറ്റിയതാണ്. ഓടിയില്ല. വീണ്ടും ബാക്ക് എടുത്തിട്ട് റിവേഴ്സ് ഒടിഞ്ഞല്ലേ. എലിപ്പൊക്കെ പക്ഷെ അവന്റെ ഒടി കഴിഞ്ഞ ഒരു പകുതി അങ്ങോട്ട് പോകും. എന്നാലും അവൻ അടിച്ചിട്ടുണ്ട്. ഹെയർപിൻ 7. രാത്രി 12 മണിക്ക് ചോറിറങ്ങി വരുന്നത്
പോയിട്ട് 2.5 മണിക്കൂർ ചുരത്തിൽ ബ്ലോക്ക് ആയി കിടന്നു. ലോറി കംപ്ലൈൻ്റ് ആയിട്ട് ബത്തേരിയിലെ മിൻറ്റ് മാളിലൊക്കെ ഓഫർ 300 രൂപയ്ക്ക് AC റൂം താമസം. വ്യൂ കേട്ടോ. വ്യൂ തരണ്ടേ? ഡ്യൂക്കാണ് ഡ്യൂക്ക് KTM ഡ്യൂക്ക്. ഡേഞ്ചർ റോഡാണ്, കെയർഫുൾ ആയിട്ട്. ഇവിടെ വീതി കൂട്ടാൻ പറ്റില്ല ഇതുവരെ സ്ഥലത്ത്. അപ്പുറത്തെ സൈഡിൽ ഡീപ്പാലോ. വെൽക്കം ടു വയനാട്. നമ്മൾ വയനാട്ടിലേക്ക് കടന്നു ഓൾറെഡി. ഗുഡ് റെസ്റ്റോറൻറ്റ്സ്. ഏതത് മിൽട്ടണിലെ ബിൽട്ടൺ. ബിൽട്ടൺ. പിന്നെ അതൊരു ഇന്റർനാഷണൽ കേറ്ററിംഗ് കോളേജാണ്, ഓറിയന്റ് കോളേജ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു പ്രത്യേകതരം സ്ഥലമാണ്. അതിവിടെ ചങ്ങലിട്ടാണ്. അതായത് വയനാട്ടിലേക്ക് ബ്രിട്ടീഷുകാർക്ക് ഫസ്റ്റ് വയനാട്ടിലേക്ക് വരാൻ വഴി അറിയുന്നത് ആ വഴി കാണിച്ചു കൊടുത്തിട്ടുള്ള ആളാണ്. അയാളെ വഴി കാണിച്ചു കൂടെ വന്നപ്പോൾ അയാൾ ആദിവാസിയായിരുന്നു. അയാളെ കൊന്നു ബ്രിട്ടീഷുകാർ. കാരണം വഴി പിന്നെ വേറെ ആർക്കും പറഞ്ഞു കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ആളുടെ സ്ഥലം, ആളുടെ ലൊക്കേഷൻ. ആളെ ഇവിടെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടേക്കാണ്. ഒരു വലിയൊരു ചങ്ങല കാണാം, കണ്ടാ? മൂപ്പൻ വലിയ ചങ്ങലല്ലേ? അഡ്വഞ്ചർ വേൾഡ്. ബഞ്ചിന്റെ പിന്നെ മറ്റേത് സൈക്ലിംഗ് ഇല്ലേ, മോഡി കൂടെ സൈക്കിൾ ഹോട്ടല്. അപ്പൊ എന്നാ കുമാരേട്ടനാ, അവസരപ്പേട്ടനാ, ലോനപ്പേട്ടനാ ഇട്ടോ ചേട്ടോ. അതിലെന്തൊരു സാധനം ഇരിക്കണേ? റൈറ്റ് പോയി കഴിഞ്ഞാൽ, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഇത് ബാംഗ്ലൂർ മൈസൂർ റൂട്ട്. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കൽപ്പറ്റ ടൗൺ. ലെഫ്റ്റ് ഇസ് കൽപ്പറ്റ, റൈറ്റ് നമ്മൾ സുൽത്താൻ ബത്തേരി. നേരെ പോണത് ഊട്ടി റോഡ്. സ്ട്രെയിറ്റ് പോണത് ഊട്ടി. നമ്മളിവിടുന്ന് ലെഫ്റ്റ് പോവാം. നമ്മൾ രവിയേട്ടൻ്റെ കടയിൽ നിന്നാണ് ഇപ്പൊ ലഞ്ച് കഴിക്കുന്നത്. കൊളക്കപ്പാറ. സമയം 1 o'clock ആയി. ഇവിടുന്ന് ഒരു 50 minutes കൂടി ഉണ്ട്.
നമ്മള് രവിയാടിന്റെ തട്ടുകടയിലെത്തി. ഓക്കെ ഹോട്ടൽ, തട്ടുകട ഹോട്ടൽ. വണ്ടികൾ പാർക്ക് ചെയ്തേക്കണം. തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്ന് ഫുഡ് അടിക്കണം. എറണാകുളത്ത് വന്നിട്ടുണ്ട് ഒരു ടീം. ആ പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വണ്ടി ഉണ്ട്. പോന്നിട്ടുള്ള എത്തിയില്ല. അല്ല എറണാകുളത്തെ മറ്റേ വണ്ടി ഇവരൊക്കെ ആ കിരമ്പായി എക്സ്പ്ലെയിൻ ചെയ്തോ. നമ്മൾ ഓർഡർ ചെയ്തേക്കണം എന്താ? ഓക്കെ നമ്മൾ ഇതിപ്പം പോർക്കിന്റെ ഗ്രില്ല്, സ്റ്റീക്ക് ഗ്രില്ല് പോലെ പോർക്ക് ഗ്രില്ല് പ്ലസ് പോർക്ക് റിബ്സ് ഗ്രില്ല് അല്ലേ? പിന്നെ ഇത് റിബ്സിന്റെ ഫ്രൈ. ഇതിപ്പോ പോർക്ക് ഫ്രൈ വന്നിട്ടുണ്ട്. ഇനിയൊരു ഡിഷും കൂടെ ഉള്ളത് ഇനി ഒരാളത് പോർക്കിന്റെ ചില്ലി പോർക്ക് കഴിച്ചു നോക്കിയാൽ പോർക്ക് ഐറ്റംസ് ആണ്. കേട്ടോ, ഇപ്പൊ നമ്മളൊരു പീസ് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ചോറിന്റെ കൂടെ മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സൂപ്പർ അടിപൊളി. എങ്ങനെയുണ്ട് സാധനം? അടിപൊളി.